ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. അനുഗ്രഹീതമായ നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്കിവിടെ വന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന് പറയുന്നത് പോലെ ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ പിതാവിന് ഒരു വലിയ മാറ്റങ്ങൾ കർത്താവ് കൊടുത്തു. ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്കും വിശേഷാൽ കർത്താവിൻ്റെ ദാസിൻ്റെയും നമ്മുടെ ദൈവസഭയുടെ സഹകരണത്തിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അത് നന്ദി കൊണ്ട് തീരുന്നതല്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മളൊരു ദൈവവചന ചിന്തയ്ക്കായിട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ കർത്താവിൻ്റെ ദാസിൻ്റെ വചനം വളരെ അനുഗ്രഹമായിരുന്നു. നാം ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതത്തെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹി വന്നിരിക്കുന്ന ഓരോ സമയവും നമ്മളിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ പകൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടുത്തെ സ്ഥിതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ നിരാശയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ നിന്നപ്പോൾ തോന്നി, പ്രത്യേക പപ്പായുടെ മക്കളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഒരു ദിവസം ഒരു സൂം പ്രയറിൻ്റെ അകത്ത് ഒന്ന് ഇരിക്കണം. പല രാജ്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇന്ന് പകലിൽ അങ്ങനെ ചെയ്യുകയുണ്ടായി. പക്ഷേ ആ സമയത്തേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ രാവിലെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടൊരു വചനം ഇടപെട്ടു. അതാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്കൊന്ന് വരാം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി എല്ലാവരും കേൾക്കണം. കർത്താവ് ഇന്ന് വലിയൊരു കാര്യം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെട്ടൊരു ദൈവത്തിൻ്റെ തിരുവെഴുത്തുണ്ട്. സാത്താൻ അവൻ്റെ സകല ബുദ്ധി ഉപയോഗിച്ച് സകല ശക്തി കൊണ്ട് ദൈവമക്കൾക്കെതിരെ പ്ലാൻ വരയ്ക്കുമ്പോൾ ആ പ്ലാനാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്ന റൂട്ട് മാപ്പ്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം രീതിയിലാണ് സാത്താൻ അല്ലയ നമ്മളെ തകർക്കാൻ പദ്ധതി മെനഞ്ഞിരിക്കുന്നത്. ആ പദ്ധതി നമ്മുടെ പ്രൊമോഷനുകളാണ്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന മറ്റൊരു വാക്യമാണ് വായിച്ചിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 16-9 എഴുതി വെച്ചിരിക്കുകയാണ്. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാം എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിക്കുന്നു. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലാം എന്തുകൊണ്ടിരിക്കുക? കണ്ടോ? സാക്കേത്തിലൂടെ എല്ലാം ഈ രാത്രി ഈ കണ്ണിങ്ങനെ പൊക്കോണ്ടിരിക്കുക. രാമൻ പറഞ്ഞാട്ടെ. ഡൽഹിയിലൂടെയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അകത്തും നാളെ നമ്മളെ ഓൺലൈനിൽ കാണുന്ന ഓരോ കുടുംബങ്ങളിലൂടെയും ദൈവത്തിൻ്റെ കണ്ണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ കോണ്ടിനെൻസിലൂടെയും ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തിനായിരിക്കും ഈ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. ഒരാമയം പറ. പ്രൈസ്. ഇന്ന് രാത്രി ഈ കണ്ണ് ചുമ്മാതെ ലക്ഷ്യമില്ലാതെ നടക്കുവല്ല. ദൈവം ചിന്തിക്കുകയാണ്, ആർക്കാണോ എൻ്റെ ബലം വേണ്ടത് അവർക്ക് വേണ്ടി ഞാൻ ബലവാൻ എന്ന് കാണാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഇന്ന് ദൈവമക്കൾ ആത്മാവിലൊന്ന് വരണം. ആമേൻ. ഒത്തിരി ഫാസ്റ്റിംഗ് പ്രയറൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. ഇത് നമ്മളൊക്കെ ഇന്നിവിടെ ആയിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. രാമൻ പറഞ്ഞാട്ടെ. പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയങ്ങളാണ്. ഇന്നും കർത്താവ് വലിയ കാര്യങ്ങൾ ഈ രാത്രി ചെയ്യാൻ പോകുകയാണ്. അല്ല, ഇന്ന് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. പലരും ചിന്തിക്കാൻ പോകുകയാണ്, ഈ ഫാസ്റ്റിങ്ങിൽ വരാതിരുന്നത് നഷ്ടമായി പോകും. രാമൻ പറഞ്ഞാട്ടെ. അതുപോലെ ചില ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഉടലമാർ കാറ്റസ്ബി ചലലമാർത്തിനി ശബലഘടക ആർക്കാറ്റസ്ബി ആ തൽപ്രവനി
ദൈവം ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കി ദൈവം ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ബന്ധനങ്ങളെ അടിച്ച് ദൈവം ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഊടാലാമ സിയാറ്റാല പ്രഭനിയാദി എല്ലാ മന്ത്രവാദ ശക്തികളെ അഴിച്ചുവിട്ട് ദൈവം ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ബലം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ബലം, ബുദ്ധിമണ്ഡലങ്ങൾ കളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ബലം, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത ദൈവത്തിന്റെ ബലം. സഭയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുക ദൈവത്തിന്റെ ബലം കാണിക്കാൻ. ആർക്ക് കാണാൻ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ബലം? ആർക്ക് ആവശ്യമുണ്ട് ദൈവത്തിന്റെ ബലം? അവർ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെല്ലാം എന്ത് ചെയ്യുന്നു? കണ്ടോ? ഊടാടി സഞ്ചരിക്കുന്നു. അമ്മേ, കണ്ണ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ബൈബിൾ പറയുന്നത് കണ്ടില്ലേ? എന്തിനാ അവിടെ സഞ്ചരിക്കുന്നത്? ദൈവം ബലവാനെന്ന് താൻ കാണിക്കേണ്ടതിന്. രാമേൻ പറ. ദൈവത്തിന് ബലം കാണിക്കാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ചെങ്കടലിൽ ദൈവം ബലം കാണിച്ചു. രാമേൻ പറഞ്ഞാട്ടെ. യോർദാന്റെ മുകളിൽ ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തി. യെരിഹോവിന്റെ മതിലിനെ ദൈവം തകർത്ത ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തി. ബൈബിളിൽ ഉടനീളം വായിച്ചാൽ മുഴുവനും ദൈവം തന്റെ ബലം വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാമേൻ പറഞ്ഞാട്ടെ. ആ ബലം കാണിക്കാൻ കർത്താവ് എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. രാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെയാണ് ഈ വാക്യങ്ങളുടെ ഡെപ്ത്, ഇതിന്റെ ആഴത്തെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കണ്ണിങ്ങനെ സഞ്ചരിക്കുക ബലം കാണിക്കാൻ. അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണേ. ആർക്ക് വേണ്ടിയാണ് ബലം കാണിക്കുന്നത്? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടിയാ ബലം കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? തന്നിൽ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി. രാമൻ പറഞ്ഞാട്ടെ. നിഷ്കപട അല്ലെ, പെർഫെക്റ്റ് ഹാർട്ട്. രാമൻ പറഞ്ഞാട്ടെ. അങ്ങനെ ഉള്ളിടത്തേക്കാണ് ഈ ബലം അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഒരു സ്വതന്ത്രം പറ. നമുക്കറിയാം ദൈവം ബലവാന. ദൈവം ആരാ? ഭയങ്കര ബലവാന. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്നത് മുഴുവനും ദൈവം തൻ്റെ ബലത്തിൽ സൃഷ്ടിച്ചതാണ്, തൻ്റെ ശക്തിയിൽ സൃഷ്ടിച്ചതാണ്. ബൈബിളിൻ്റെ ആദ്യ ബുക്ക് മുതൽ അവസാനത്തെ ബുക്ക് വരെ നാം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ബലവാ കാണാനുള്ളത്. പക്ഷേ ഇതെല്ലായിടത്തും ദൈവം എന്ത് ചെയ്യത്തില്ല? പറഞ്ഞേ. കണ്ണ് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ എല്ലായിടത്തും എന്ത് ചെയ്യത്തില്ല? ബലം ഇറക്കി വെക്കത്തില്ല. രാമൻ പറഞ്ഞാട്ടോ. കണ്ണിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്ന് ഈ സാക്ഷ്യത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ പ്രയർ നടപ്പുണ്ട്. രാമൻ പറ. ഈ സമയത്ത് ഡൽഹിയുടെ പല സിറ്റികളിൽ എത്ര പ്രയറുകൾ നടപ്പുണ്ട്? രാമൻ പറ. ഇന്ത്യ മഹാരാജ്യത്ത് ഈ സെയിം ടൈമിൽ ലക്ഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാരണമുണ്ട്, എല്ലായിടത്തും ബലം ഇറക്കത്തില്ല. രാമൻ പറ. എല്ലായിടത്തും എന്ത് ചെയ്യത്തില്ല? എല്ലായിടത്തും ബലം ഇറങ്ങത്തില്ല. ബലം വെളിപ്പെടുന്നത് ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടിയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെന്നേ. അല്ലേ? ബലം വെളിപ്പെടുത്തുന്നത് നിഷ്കപടായിട്ട്, നിഷ്കളങ്കമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാ ബലം വെളിപ്പെടുത്തുന്നത്. ഓ ജീസസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഇംഗ്ലീഷിൽ കിടക്കുന്നത് പെർഫെക്റ്റ് ഹാർട്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഹാർട്ട് നന്നായിട്ടാണോ ഇരിക്കുന്നത്? രാമൻ പറഞ്ഞേ. കർത്താവിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ടാണോ നാം ഇരിക്കുന്നത് എങ്കിൽ ദൈവം ബലം വെളിപ്പെടുത്താൻ പോവാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിലപ്പോഴൊക്കെ ഞാൻ ഇന്ന് ഇത് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ പണ്ടൊരു ട്രാക്ട് ഉണ്ടായിരുന്നു, തമ്പിയുടെ ഹൃദയം. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. തമ്പിയൊക്കെ തോറ്റുപോയി. ഇന്നത്തെ ഹൃദയം. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ ഹൃദയമൊക്കെ ഭയങ്കര അഴുക്ക. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറയാ, ആർക്ക് വേണ്ടിയാ ഞാൻ ബലം ഇറക്കാൻ ആഗ്രഹിക്കുന്നത്? ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി, നല്ല ശുദ്ധിയുള്ള ഹൃദയമുള്ളവർക്ക് വേണ്ടി. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൽ നിന്ന് മാത്രം വലിയത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ആ ബലം ഇറങ്ങാൻ പോകട്ടോ. നിങ്ങൾ ഇനി വളരെ പ്രാർത്ഥിച്ചിരിക്കണമേ.
അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാം എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിക്കുന്നു. എങ്കിൽ ഇന്ന് ഉറപ്പാണ്, ഇന്ന് ആ കണ്ണിവിടെ വന്നിട്ടുണ്ട്. സ്വത്രം പറ. ഇപ്പോൾ ഇവിടെ ദൈവം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ഹൃദയങ്ങളെയാണ്. ഏകാഗ്രചിത്തന്മാരായിട്ടാണോ ഇന്നിവിടെ ഇരിക്കുന്നത്? അതോ ഇവിടെ ഇരിക്കുമ്പോൾ ശരീരം മാത്രമാണോ ഇരിക്കുന്നത്? മനസ്സങ്ങ് എവിടെയോ ആണോ ഉടക്കിക്കിടക്കുന്നത്? ഇതൊക്കെയാ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ, ആളിന്റെ പെരുപ്പമൊന്നുമല്ല, ഇരിക്കുന്നവരുടെ ഒരുക്കം ദൈവത്തിന് വിഷയമാണ്. ഹല്ലേലൂയ. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യാൻ ഈ രാത്രി തയ്യാറാ. ആ വേടനെ ഭയങ്കരമായിട്ട് ചലിപ്പിച്ച് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. സ്വതന്ത്രം പറ. ദൈവം പറഞ്ഞു, മോനെ രോഗസൗഖ്യം നീ എടുത്തോ, പക്ഷെ മഹത്വം ഞാൻ എടുക്കും. രാമൻ പറഞ്ഞാട്ടെ. കാര്യം എൻ്റെ ബലം ഇറങ്ങിയാൽ മഹത്വം ഉണ്ടാകും. രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുക്കാൻ കഴിയാത്ത ബലം ഇന്ന് രാത്രി നാം അനുഭവിക്കാൻ പോകുകയാണ്. സ്വതന്ത്രം പറ. നമ്മുടെ വിഷയങ്ങളിൽ വിടുതൽ വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ബലം നമ്മൾ അറിയുന്നത്. രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ആ ബലം പ്രവർത്തിക്കാൻ പോകുകയാണ്. ആ ബലം വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആ ചെറിയ സൂം മീറ്റിങ്ങിന്റെ അകത്ത് ഞാനിതാ പറഞ്ഞത്, കണ്ണ് വന്നിട്ടുണ്ട്, ഹൃദയങ്ങൾ ശരിയാണെങ്കിൽ ബലം ഐശ്വര്യത്തിൽ ഇറങ്ങും. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ അറിയാമായിരുന്നു, അല്ലയോ, എന്തൊക്കെയോ കാര്യങ്ങൾ പൊട്ടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? വളരെ പ്രാർത്ഥനയോടെ ഇവിടെ ഇരുന്നു. നിങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വിഷയം കടക്കുന്നിടത്ത് ബലം ഈ രാത്രി വെളിപ്പെടും. സ്തോത്രം പറ. നിങ്ങളുടെ വിഷയം ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ബലം ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് എത്ര ദൂരെയാണെങ്കിലും അവിടെ ദൈവത്തിന്റെ ബലം പ്രകടമാകാൻ പോകുകയാണ്. മനസ്സിലായോ ജോബി ബ്രദറെ? ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാ. ദൈവം ബലം കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുക. കേൾക്കണേ. ഇന്ന് സ്വർഗത്തിൽ ഇരുന്നോണ്ട് ഈ കണ്ണെല്ലാം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഇങ്ങനെ നോക്കുക, ഭൂമിയിൽ ആരേലും ഉണ്ടോ ഏകാഗ്രചിത്തനായിരുന്ന് എൻ്റെ ബലം ആവശ്യപ്പെടുന്ന ആരേലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരേലും ഉണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുക, ഞാൻ ഈ ബലമെല്ലാമായിട്ട് സ്വർഗത്തിൽ ഇരിക്കാനാണോ? ആമേൻ പറ. എൻ്റെ ബലത്തിൻ്റെ ഒരു പാർട്ട് എൻ്റെ മക്കൾക്ക് ഒന്ന് കൊടുത്ത് സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോസ്തല പ്രവൃത്തി 12, കേട്ടോ, വായിച്ചോ. ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 5. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി. രാമൻ പറഞ്ഞാട്ടെ. ആമേൻ. മനസ്സിലായ ഒരു നല്ല ഹല്ലേലൂയ. നമ്മുടെ വാക്യം ഏതാന്ന് മറക്കല്ലേ. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ പറഞ്ഞു, ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എല്ലാ രാത്രിയും പകലും ഇങ്ങനെ കണ്ണോടിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവം പറയും, എനിക്ക് ബലം ഒന്ന് പ്രകടമാക്കണം. അങ്ങനെ ഹെരോദാവ് നാട് വാഴുന്ന രാജ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കണ്ണിറങ്ങി വന്നു. രാമൻ പറഞ്ഞാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12:1 വായിച്ചോ. 12:1. ആ കാലത്ത് ഹെരോദാവ് രാജ്യം വാഴുന്നു. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി. മതി, ശ്രദ്ധിച്ചോണേ ദൈവത്തിന്റെ മക്കളെ. ഹെരോദാവ് രാജ്യം വാഴുന്ന സമയത്താണ് ദൈവത്തിന്റെ കണ്ണ് ആ നാട്ടിക്കൂടെ ഇങ്ങനെ ഒന്ന് വന്നു. രാമൻ പറഞ്ഞാട്ടെ. അപ്പോൾ അവിടെ ദൈവം കാണുകയാണ്, സഭയ്ക്കകത്ത് പലരെ എന്തിരിക്കുക, പീഡിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്തു? തടവിലാക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആ സമയത്ത് ദൈവത്തിന്റെ കണ്ണ് വന്നിട്ട് ഒരു സഭയിലേക്ക് ചെന്നു. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മർക്കോസ് എന്നും അല്ലെ യോഹന്നാൻ എന്നൊക്കെ മറുപേരിൽ അറിയപ്പെടുന്നവരുടെ ഒരു വീട്ടിൻ്റെ അകത്ത് സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാമൻ പറഞ്ഞാട്ടെ.
നിങ്ങൾ കേട്ടോണേ, അവിടെ ഒരുപാട് സഭകളുണ്ടായിരുന്നു, ഒത്തിരി നല്ല ചർച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് മനസ്സിലായത് പലർക്കും ദൈവത്തിന്റെ ബലം വേണ്ട. രാമൻ പറ, അവരൊരു ചടങ്ങ് പോലെ ആരാധന നടത്തി അങ്ങ് പൊക്കൊണ്ടിരിക്കുക. സ്വത്രം പറഞ്ഞേന്നേ, കുറെ പേര് വരുന്ന ഒരു ചടങ്ങ് പോലെ എന്തോ അല്ലെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പോകുമ്പോൾ ദൈവം പറഞ്ഞ ഇവരെന്നെയൊക്കെ വിളിക്കുന്ന, പക്ഷെ ഇവർക്ക് എൻ്റെ ബലമൊന്നും വേണ്ട. സ്വത്രം പറ, ഇവരെൻ്റെ നാമത്തിലേക്ക് കൂടി വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, പക്ഷെ എൻ്റെ ബലമൊന്നും ഇവർക്ക് എന്ത് ചെയ്യണ്ട, ഇവർക്ക് വേണ്ട. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ മർക്കോസ് എന്നും യോഹനാൻ എന്നൊക്കെ മറുപേരിൽ അറിയപ്പെടുന്നവരുടെ വീട്ടിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലേക്ക് ആദ്യം കണ്ണു വന്നു, പിന്നെ ചെവി വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി. ഇവർ ദൈവത്തോട് പറയാ, ദൈവമേ, യാക്കോബിനെ കൊന്നുകളഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ അപ്പോസ്തലൻ പത്രോസിനെ തടവിലാക്കിയിരിക്കുക. ഹെരോദാവിനെ ചെന്ന് കാലും കൈയും പിടിച്ച് വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്കെന്തില്ല, ശക്തിയില്ല. ഒരു സ്വത്രം പറ. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് സംസാരിക്കാൻ പറ്റിയ ഹോൾഡായ ആൾക്കാരൊന്നും ഞങ്ങൾക്ക് എന്തില്ല, ഇല്ല കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ ബലം വേണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് ഒരുപാട് സഭകൾ അവിടെ ഉണ്ടെങ്കിലും ഈ സഭയെ കണ്ടപ്പം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. കാര്യം വേറൊന്നുമല്ല, ഇവര് ദൈവത്തിന്റെ ബലം ആഗ്രഹിക്കുക. നല്ല സ്തോത്രം നിങ്ങൾ പറയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ മക്കളോട് ഈ രാത്രി ഒരു പ്രവചനാത്മാവിലെ ഈ വചനം കൈമാറുന്നത്, ഒത്തിരി സഭകളും ഒത്തിരി കൂട്ടായ്മകളും ഉണ്ടെങ്കിലും എല്ലാവരും യേശുവിൻ്റെ പേരിൽ കൂടി വരുന്നെങ്കിലും എല്ലാവരുടെ മധ്യത്തിൽ ബലം പ്രകടനമാകണമെന്നില്ല. ആരുടെത്തേക്കായിരിക്കും ബലം ഇറങ്ങി വരുന്നത്? ആർക്കാണോ ബലം ആവശ്യമുള്ളത് അവർക്ക് വേണ്ടിയാണ് ദൈവം ഇറങ്ങി വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ആരാധന സമയത്ത് വന്നൊരു ചടങ്ങ് പോലെ നിർവഹിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ദൈവത്തിന്റെ ബലം ആവശ്യമില്ലാത്തവർക്കല്ല ബലം ഇറങ്ങാൻ പോകുന്നത്. ദൈവസന്നിധിയിൽ വന്നിരുന്ന, അപ്പാ, ഞങ്ങൾക്ക് അടുത്ത മിനിറ്റിൽ ജീവിക്കണമെങ്കിൽ അങ്ങയുടെ ബലം വേണം കർത്താവേ. ഞങ്ങൾക്ക് നാളെ എഴുന്നേൽക്കണമെങ്കിൽ അങ്ങയുടെ ബലം വേണം കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയുടെ ബലം വേണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ ബലം വെളിപ്പെടാൻ പോകുന്നത്. നൂറുകണക്കിന് സഭകളുള്ള നാട്ടിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി വന്ന സഭയെ ദൈവത്തിന് അങ്ങ് ഇഷ്ടമായി. സാധാരണക്കാർ നിലത്തിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, കരയുക. ദൈവമേ, യാക്കോബിനെ കൊന്നുകളഞ്ഞിരിക്കുക, പീറ്ററിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ബലം ഒന്ന് ഇറക്കണേ കർത്താവേ. നല്ല സ്തോത്രം പറയണേ നിങ്ങൾ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ് എനിക്ക് ഈ സഭ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവിടെ നോക്കുമ്പോൾ ആർക്കും കൊമ്പില്ല. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ഇവരെല്ലാം അല്ലിയ ഒരു ആമയും പറഞ്ഞേ, അവരെ ആരോഗ്യത്തിന്റെ ബലത്തിലോ പണത്തിന്റെ ബലത്തിലോ പ്രശസ്തിയിലോ ഒന്നും അല്ല അവർ ആശ്രയിച്ചിരിക്കുന്നത്. അവരാശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ബലത്തിന്റെ അകത്തേക്കാണ്. ദൈവം പറഞ്ഞു, ഒരു ദൂതനെ തട്ടിയിട്ട് പറഞ്ഞു, തേണ്ടേ, ബലമുള്ള ഒരു ആവശ്യമുള്ളൊരു സഭയുണ്ട്. രാമേ പറ. ഹെരോദാവിന്റെ രാജ്യത്തിൽ ബലം ആവശ്യമുള്ളൊരു സഭയുണ്ട്. ദൂതനോട് പറഞ്ഞ് എനിക്ക് മുഴുവൻ ബലമായിട്ട് ഇറങ്ങിച്ചെല്ലേണ്ട. രാമേ പറ. ഒരു സ്തോത്രം പറഞ്ഞേന്നേ. എൻ്റെ ഫുള്ള് ബലമായിട്ടൊന്നും ഇവിടെ ഇറങ്ങണ്ട, എൻ്റെ ഒരു ബലത്തിന്റെ പാർട്ടായിട്ട് നീ അവിടെ ഇറങ്ങിച്ചെല്ലണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുക, ദൈവത്തിന്റെ ബലത്തിന്റെ പാർട്ടുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുകയാ. ഈ നിങ്ങളുടെ വിഷയം എവിടെയാണ് അടയപ്പെട്ട് കിടക്കുന്നത്, ആ വിഷയത്തിന്റെ അകത്തേക്ക് ഈ രാത്രി ദൈവത്തിന്റെ ബലവുമായി ദൂതന്മാർ ഇറങ്ങാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവത്തിന് ഈ സഭയെ ഇഷ്ടപ്പെട്ടാൽ, ഈ കുടുംബങ്ങളെ ഈ രാത്രി ഇഷ്ടപ്പെട്ടാൽ, ഇവിടെ ഇരിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെട്ടാൽ, ഇന്ന് രാത്രി സ്വർഗം ചില ദൂതന്മാരെ തട്ടി വിളിക്കാൻ പോകുക. എന്റെ ബലവുമായിട്ട് ഹെരോദാവിന്റെ നാട്ടിൽ ഇറങ്ങാൻ പറഞ്ഞതുപോലെ ഈ രാത്രി ഡൽഹി പട്ടണത്തിന്റെ അകത്തേക്ക്, ഈ രാത്രി സാക്കേത്തിലേക്ക്, ഈ രാത്രി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ ബലവുമായിട്ട്, ദൈവമേ, ഞങ്ങൾക്ക് കഴിവില്ല, ഒരുപാട് ദൂതന്മാർ ഈ രാത്രി ഇറങ്ങും. ദൈവത്തിന്റെ ബലത്തിന്റെ പാർട്ടുമായിട്ട്
ദൈവത്തിന്റെ ബലത്തിന്റെ പാർട്ടുമായിട്ട് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്ക് ഈ രാത്രി ദൂതന്മാർ ഇറങ്ങും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നമ്മുടെ വിഷയം ICUവിലാണോ, കിഡ്നി പേഷ്യന്റ് ആണോ? മെഡിക്കൽ സയൻസിന് ആ കിഡ്നിയെ റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല, വൈദ്യശാസ്ത്രം അവിടെ പരാജയമാണോ? ദൈവം പറയുന്നു ബലം വെളിപ്പെട്ടാൽ മതി, അത് റീസ്റ്റാർട്ട് ആകും. ആമേൻ പറ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മരിച്ചവന്റെ ശവത്തെ കല്ലറയിന്ന് പൊക്കാങ്കിലാണോ? എന്റെ ദൈവത്തിന് ഇതൊരു പ്രശ്നമല്ല. എന്റെ കൂടെ വിശ്വസിക്കുന്ന ആമേൻ പറ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ഈ സഭയെ. ആമേൻ പറ. ദൈവത്തിന്റെ ബലം ആഗ്രഹിക്കുന്ന ഒരു സഭ. ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ, നോക്കിക്കേ, മർക്കോസിന്റെ മാളിക മുറി കണ്ടോ, കൂട്ടമായിട്ടിരുന്ന് കരയുന്ന കണ്ടോ, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേട്ടോ. തേണ്ടേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങണ്ട. ഒരാമേൻ പറ. കാര്യം ഞാൻ എൻ്റെ മുഴുവൻ ബലമായിട്ട് എങ്ങനെ ഇറങ്ങിയാൽ ഞാൻ രക്ഷിക്കാൻ ചെല്ലുന്ന നാട് പോലും കത്തിപ്പോകും. ഒരാമേൻ പറ. അതുകൊണ്ട് എൻ്റെ മുഴുവൻ ബലത്തിൻ്റെ ആവശ്യമില്ല. പിടിച്ചോ, എൻ്റെ ബലത്തിൻ്റെ ഒരു പാർട്ടുമായിട്ട് നീ അവിടെ പ്രവേശിച്ചാൽ മതി. എന്നെ ദൈവാത്മാവ് കാണിക്കുക, മോബി പാസ്റ്ററെ, ദൈവത്തിൻ്റെ ബലത്തിൻ്റെ ഒരു ഭാഗവുമായിട്ട് ഈ രാത്രി ചില ദൂതന്മാർ ചില വിഷയങ്ങളുടെ മേൽ എൻട്രി ചെയ്യാൻ പോകുകയാ. അത് രോഗമാകാം, അത് ഭാവി സംബന്ധമായ വിഷയമാകാം, അത് സാമ്പത്തികമാകാം, അത് വിവാഹമാകാം, അത് ജോലിയാകാം, അത് എന്തുവാകാം. ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയാൽ ഒരു ദൂതൻ ബലവുമായിട്ട് പുറപ്പെട്ടൊരു സോദരന്മാർ. അപ്പോൾ ഇത് കടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിനോട് ചേർന്നുള്ള കാരാഗ്രഹത്തിൽ. രാമേ പറഞ്ഞേ, ഇവിടെ ആര് മരിച്ച സ്ഥലമാ? യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. സോദരന്മാർ, സഭ പത്രോസിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുക? യാക്കോബിനെ കൊന്നത് ഇഷ്ടമായതുകൊണ്ട് ആരെയും കൂടെ പിടിച്ചു, പത്രോസിനും കൂടെ പിടിച്ചു. രാമേ പറ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഒരു പക്ഷേ യാക്കോബിന്റെ ശുശ്രൂഷ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം പോയത്. രാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് കേട്ടോ. സ്വത്രം പറ. അത് യാക്കോബിന് കിട്ടിയില്ലെന്ന് ചോദിച്ചാലും എനിക്ക് ആൻസർ ഇല്ല. രാമേ പറഞ്ഞാട്ടെ. പക്ഷെ അത് പത്രോസിന് കിട്ടി. രാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, സഭ ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് കയറിയാൽ ദൈവത്തിന് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഒരു നല്ല സഭ കിട്ടുക തന്നെ എത്ര നല്ലതാ. ഒരാമേ പറഞ്ഞാട്ടെ. ഞാൻ ഈ നല്ല സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കല്ലേ, ഭയങ്കര നല്ല ബിൽഡിംഗ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ. രാമേ പറ. ഒരു വിഷയം വന്നാൽ അത് എന്റെ വിഷയമാണെന്ന് ഏറ്റെടുക്കുന്ന ഒരു സഭ. അതുണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ സഭയ്ക്ക് ദൈവം തന്ന നല്ല ഹൃദയത്തിനായി സ്തോത്രം. ഇനിയും വളരട്ടെ. രാമേ പറഞ്ഞാട്ടെ. ഇനി ശ്രദ്ധിച്ചോണം നിങ്ങളെ. ഹെരോദാവ് യാക്കോബിനെ കൊന്നത് ജനത്തിന് പ്രസാദമായതുകൊണ്ട് പത്രോസിനും കയറി പിടിച്ച് തടവറയിലാക്കി. ഈ തടവറയ്ക്ക് ഏതാണ്ട് 3 ഗേറ്റുള്ള തടവറയാ. രാമേ പറഞ്ഞേ. 4 ചേവകർ 16 പേരെ കൊണ്ട് നിർത്തിയിരിക്കുക. രാമേ പറ. അത് മാത്രമാണോ? 4 ഇരുമ്പ് ചങ്ങലകളാൽ എന്ത് ചെയ്തു? അവനെ ബന്ധിച്ചു. താക്കോൽ ഒരുപക്ഷെ ഹെരോദാവിന്റെ കയ്യിലായിരിക്കാം. പക്ഷേ ബൈബിള് പറയുകയാണ്, ദൈവം തൻ്റെ ദൂതനോട് പറഞ്ഞ ഇറങ്ങിക്കോളാൻ പറയുക. ഇനി ഇങ്ങോട്ട് കേട്ടെ. നമ്മുടെ എല്ലാം വിഷയങ്ങൾ എത്ര കാഠിന്യമായ നിലയിൽ കെട്ടപ്പെട്ടതാണെങ്കിലും, ഒരാമേ പറ, മാനുഷിക ബുദ്ധി കൊണ്ട് എത്ര ശ്രമിച്ചാലും പുറത്തു വരാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിലും, ഒരു കാലത്തും രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ പോലും ഞാൻ പറയുക, പിന്നിൽ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ അതിൽ വിടുതൽ നടക്കാൻ പോവാ. സ്തോത്രം പറ. അവിടെ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ സഭ അവന് വേണ്ടി എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നല്ല, ശ്രദ്ധയോടെ. ആമേൻ പറ. ഏകാഗ്രചിത്തമായിട്ട് പെർഫെക്റ്റ് ഹാർട്ടോടെ സഭ ഒറ്റ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ വാക്യം ഒന്ന് വായിച്ചേ.
അർദ്ധരാത്രിയിൽ. ആ ഇങ്ങനെ പത്രോസിനെ ആ. തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ആ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു ആ പോകും. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ ആ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ആ 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ആ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ആ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ആ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ആമേൻ. ആ വായിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, പത്രോസിന്റെ വിലാപ്പുറത്തൊന്ന് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ആ അവനെ ഉണർത്തി. ആ ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. നല്ലൊരു ആമയം പറഞ്ഞു നിങ്ങള്. ആരാ വന്നേക്കുന്നേ? ദൂതൻ. എന്തുമായിട്ടാ വന്നേക്കുന്നേ? ബലവുമായിട്ട്. രാമയം പറ. ബലമായിട്ടാ വന്നേക്കുന്നേ. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിഷയം ഇന്ന് പീറ്റർ അല്ല. പീറ്ററും ആയിക്കോട്ടെ. നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്, ഒരു വിഷയത്തിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. അത് എത്ര കാഠിനമായി ഒതുക്കപ്പെട്ടതാണെങ്കിലും ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ ബലം ഇറങ്ങും. സ്തോത്രം പറ. ബലവുമായിട്ടൊരു ദൂതൻ വന്നിട്ട് ഒന്ന് തട്ടിയതോട് ബൈബിൾ പറയാം, അവന്റെ മേൽ നിന്ന് ചെങ്ങലകൾ വീണുപോയി. ഈ രാത്രി സാത്താൻ എത്ര ആഴത്തിൽ ബന്ധിച്ചതാണെങ്കിലും ദൂതന്റെ ബലത്തോടുള്ളൊരു തട്ടലിൽ ചിലതിന്ന് വീഴുന്ന രാത്രിയാണ്. നല്ലൊരു ഹാലേലൂയ പറഞ്ഞു നിങ്ങള്. സഭയുടെ പുരോഗമനങ്ങൾക്കെതിരെ, കുടുംബങ്ങളുടെ പുരോഗമനങ്ങൾക്കെതിരെ, വ്യക്തിപരമായ പുരോഗമനങ്ങൾക്കെതിരെ സാത്താൻ എവിടെയൊക്കെയാണ് ബൗണ്ടറി ഇട്ടത്, ഇന്ന് ബലവുമായിട്ട് ഇറങ്ങുന്ന ദൂതൻ ഒന്ന് തട്ടുന്ന രാത്രിയാ. പത്രോസിനെ തട്ടിയതുപോലെ ഈ രാത്രി നിങ്ങളെ ഒന്ന് തട്ടുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ അവിടുത്തെ ദൂതന്മാരെ കൊണ്ട്, അവിടുത്തെ ബലം കൊണ്ടുവന്നിരിക്കുന്ന ദൂതന്മാരെ കൊണ്ട് ദൈവസഭയെ ഒന്ന് തൊട്ടാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കണ്ടോ എത്ര 3 ഗേറ്റ്, 16 പടയാളികൾ, ഒരാമേ പറ, 2 ഇരുമ്പ് ജങ്ങലകൾ, ഇരുട്ട് മുറിക്കകത്ത് ഒരു വിഷയം കൊണ്ടിട്ടിരിക്കുക. ഹെരോദാവ് പറഞ്ഞു, ഇനി ജന്മത്തിൽ എന്ത് ചെയ്യത്തില്ല, പുറത്ത് വരത്തില്ല. ഒരു നല്ലൊരു ആമയും പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. ഇനി ശ്രദ്ധിച്ചോണേ ആൽവിനെ. ഈ കയ്യിൽ ഒരു പേനാക്കത്തി പോലും ഇല്ലാത്ത പത്രോസിനെ എങ്ങനെയാ ഒതുക്കാൻ പറ്റുന്നേ? പത്രോസിന്റെ കയ്യിൽ എന്തില്ല? ഒരു ചെറിയ പേനാക്കത്തി പോലും ഇല്ല. പിന്നെ എന്തിനാ പത്രോസിനെ ഇങ്ങനെ കൊണ്ട് തടവിലിട്ടത്? ഇത്ര വല്ല സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ഹെരോദാവിന് അറിയാം ഇതിനേക്കാൾ ആഴത്തിൽ ഇവന്റെ ഗുരുവിനെ ബന്ധിച്ചതോ. രാമേ പറഞ്ഞാട്ടെ. സ്തോത്രം പറ. ഇതിനേക്കാളും വിഷയത്തിൽ ഗുരുവിനെ ഒതുക്കിയത്. ഗുരു കല്ലറകളെ പൊളിച്ചെങ്കിൽ അവന്റെ ശിഷ്യന്മാരും പൊളിക്കുന്നവരാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിനെ ഭയപ്പെടുന്ന ദുരാത്മാക്കൾ അവന്റെ അഭിഷക്തരെ പേടിക്കുക ഈ രാത്രി. ഹല്ലേലൂയ. വെറും ഒരു മീൻകാരൻ, കയ്യിൽ ഒരു പേനാക്കത്തി പോലുമില്ല, പക്ഷെ തടവറയിൽ കൊണ്ടിട്ടിരിക്കുക 16 പടയാളികളും 2 ഇരുമ്പ് ജങ്ങലകളും 3 ഗേറ്റുള്ള ജയിലിന്റെ അകത്ത്. ഹെരോദാവേ, എന്തിനാ ഇവനെ ഇങ്ങനെ പേടിക്കുന്നത്? ഹെരോദാവ് പറയുക, കല്ലറയ്ക്കകത്തുനിന്ന് ഇവന്റെ ഗുരു വെളി വന്നെങ്കിൽ ഇവന്മാർക്ക് ഈ ജയിൽ ഒരു നിസ്സാരമാ. ഇന്ന് രാത്രി ചിലരോട് ഞാൻ പ്രവചിക്കുക, ഏതെല്ലാം രോഗത്തിന്റെ തടവറയിലാണെങ്കിലും യേശു കല്ലറയിൽ നിന്ന് വെളി വന്നെങ്കിൽ നമ്മളും ഈ രാത്രി വെളിവരാൻ പോകുകയാ. ഈ പേടി സാത്താന് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. രാമേ പറ. മോബി പാസ്റ്റിനെയും ആൽവിനെയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ സാത്താൻ പേടിക്കുക. സ്വതം പറഞ്ഞാട്ടെ. അതാണ് ഇവിടെ സാത്താന്റെ ഏറ്റവും വലിയ പേടി. പക്ഷെ ബൈബിൾ പറയാം, ദൂതൻ ഇറങ്ങി ആ രാത്രി വിലാപ്പുറത്ത് ഒന്ന് എന്ത് ചെയ്തു? തട്ടിയതേ ഉള്ളൂ, ചെങ്ങല വീണ് പോയി. രാമേ പറ. അത് മാത്രമല്ല, ബൈബിൾ പറയാണ്, ആ വേട് ശ്രദ്ധിച്ചോ, ദൂതൻ മുന്നിൽ നടന്നു. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വതവേ ഗേറ്റുകൾ തുറക്കാൻ തുടങ്ങി. ചാവി ആരുടെ കയ്യില? ചാവി ഹെരോദാവിന്റെ കയ്യില. ദൂതൻ പറഞ്ഞു, എന്നെ ഓവർടേക്ക് ചെയ്യില്ല പീറ്ററെ, എന്റെ പുറകിൽ നിന്നാ മതി, ബലം വാതിലുകൾ തുറക്കാൻ പോകുകയാ.
ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് പറയാം, ആർക്കും തുറക്കാത്ത ഇരുമ്പ് ഗേറ്റുകൾ, ഡോറുകൾ ചിലർക്ക് വേണ്ടി സ്വതവേ തുറക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവിടെയെല്ലാം ബലം വെളിപ്പെടാൻ പോവാട്ടോ. നല്ലൊരു ഹാലലിയ പറഞ്ഞു, നല്ലൊരു ഹാലലിയ പറ. വായിച്ചേ. എന്നിട്ട് ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. മനസ്സിലായോ? ബലവുമായിട്ട് ദൂതൻ മുന്നിൽ നടക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നേ? പുറകില. അടുത്ത വാക്ക്. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. ഇന്ന് രാത്രിയിൽ ചില ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഞാൻ സ്വപ്നമാണോ വേണ്ടത്? അതുപോലെ ചില കാര്യങ്ങൾ ഈ രാത്രി ദൈവം ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. അവർ ഒന്നാം കാവലും രണ്ടാമത്തെ കാവലും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആ വേടിനായി രാമൻ പറ. പത്രോസ് ബലം പ്രയോഗിച്ച് നല്ല എഴുതിയേക്കുന്നത്. പത്രോസ് ആ ഗേറ്റ് കടന്ന് തൂങ്ങി ചങ്ങല പൊട്ടിച്ചെന്നല്ല എഴുതിയേക്കുന്ന. ബൈബിള് പറയാ സ്വതവേ തുറന്നു. ഈ രാത്രി ബലം വെളിപ്പെട്ടാൽ ചിലതെല്ലാം സ്വതവേ തുറന്നു വരാൻ പോകുകയാ. രാമേ പറ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കോണ്ടിനെൻസുകളുടെ ഡോറുകൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? രാജ്യങ്ങളുടെ വഴികൾ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ, പല സ്റ്റേറ്റുകളുടെ വഴികൾ, ഒരു ആമേൻ പറഞ്ഞാട്ടെ, പല ഡിസ്ട്രിക്റ്റിന്റെ വഴികൾ, ഇവിടെ എത്ര വീടുകളുണ്ടോ ആ വീടുകളുടെ ഡോറുകളൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം സ്വതവേ തുറക്കാൻ പോകുകയാ. നമ്മൾ ബലം പിടിച്ചല്ല, സ്വതവേ തുറക്കാൻ പോവുക. എന്നിട്ട് അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. 13-ാമത്തെ വാക്യം. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ മക്കളെ? എവിടെ കടന്ന വിഷയമായിരുന്നു? എവിടെ കടന്ന? ജയിലിൽ കടന്നതാ. ഒരു കാലത്തും വെളി വരത്തില്ല. യാക്കോബ് തീർന്നതുപോലെ തീരേണ്ട വിഷയമാണ്. സ്വതന്ത്രം പറ. പക്ഷെ ദൈവാത്മാവിനോട് പറയുകയോ, ചിലര് തീരത്തില്ല. രാമേ പറഞ്ഞാട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പക്ഷെ സഭ, പ്രാർത്ഥിക്കുന്ന സഭയുടെ മുന്നിൽ വന്ന് നിൽക്കുക ആര്? പീറ്റർ അല്ലേ പാസ്റ്ററെ? അവിടെ വന്നിട്ട് പറയുന്നു, ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഡോറെ മുട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇരുന്നോണ്ടോ സഭ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ പ്രവചനം എത്ര പേര് ഏറ്റെടുക്കും? ദൈവത്തിന്റെ ബലം വെളിപ്പെട്ട് നിങ്ങളുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ കയറാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മറുപടികൾ കടന്നു വരാൻ പോകുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ച വിഷയം വന്ന് ഡോറെ മുട്ടുക. ഒരാമേൻ പറ. കഴിഞ്ഞ രാത്രി ഫുള്ള് പ്രാർത്ഥിച്ചതാ. ദൈവമേ, യാക്കോബിനെ കൊന്ന സ്ഥലത്ത് പത്രോസ് കിടക്കുക, ചെന്ന് രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, അവിടുത്തെ ബലം വെളിപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ബലം കൊണ്ട് ദൂതനെ ഇറക്കി അകത്ത് കടന്ന വിഷയത്തെ പുറത്തു കൊണ്ടുവന്ന് സഭയുടെ മുന്നിൽ ദൈവം നിർത്തിയിരിക്കുക. രോധ വന്ന് ചോദിച്ചു. ആൾക്കാർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും പെട്ടെന്നൊക്കെ ബലം ഇറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഞാൻ ഇന്ന് ചിലരോട് പറയാം, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ബലം ചിലത് ചെയ്യാൻ പോകുകയാണ്. സ്വതന്ത്രം പറ. പ്രാർത്ഥിച്ചവർ തന്നെ പറയാ, നിനക്ക് വല്ലതും ഭ്രാന്തുണ്ടോന്നൊക്കെയാ ചോദിക്കുന്നത്. കാര്യം അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ പീറ്ററിനെ വെളിയിൽ കൊണ്ടുവന്ന, ചർച്ചിന്റെ അകത്ത് കൊണ്ടുവന്ന, മർക്കോസിന്റെ മാളികമുറിക്കകത്ത് കയറ്റി നിർത്തി, പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിൽ ടെസ്റ്റ് മണിയായിട്ട് നിർത്തിയിട്ട് ദൈവം പറഞ്ഞു, ഒന്ന് വായിക്കാമോ? അവനെ അവിടെ എന്ത് ചെയ്തു? എഴുന്നേപ്പിച്ച് അകത്ത് വന്നു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. മതി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ ബലം വെളിപ്പെട്ടാൽ കണ്ണിന് വിസ്മയം ഉണ്ടാകുന്ന മറുപടികൾ വരും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അവരകത്ത് കടന്ന് ദൈവം തന്നെ വിടുവിച്ച വഴികൾ താൻ എന്ത് ചെയ്തു?
പറഞ്ഞു കേൾപ്പിച്ചു. ആമേൻ പറ. എങ്ങനെ ആ രാത്രി വന്ന് ദൂതൻ വന്നതും എന്നെ തട്ടിയപ്പം ചെങ്ങല വീണു പോയതും, ഒരു സ്വതന്ത്രം പറ, ആ ഗേറ്റൊക്കെ എങ്ങനെയാ തുറന്ന് ഇവിടം വരെ എത്തിയത് മുഴുവനും അദ്ദേഹം വർണ്ണിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് ദൈവം സഭയോട് പറഞ്ഞു, സഭയെ കണ്ടോ, എൻ്റെ ബലം കണ്ടോ? ഒരാമേൻ പറ. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ ബലം ഒന്ന് കാണാൻ? ആണെന്നേ സഭയോട് ദൈവം ചോദിക്കുക, നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതല്ലേ? തേണ്ട നിൽക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് മറുപടി. എന്നിട്ട് ദൈവം പറയുക, എൻ്റെ ബലം നിങ്ങൾ കാണാം. സ്വതന്ത്രം പറ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ദൈവത്തിൻ്റെ ബലം നിങ്ങൾ കാണാൻ പോവാ. ചത്ത ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചതല്ല പറയുന്നത്, ജീവനോടെ അവൻ ഇറങ്ങി വന്നു. അവിടെ നിൽക്കുമ്പോൾ സഭയെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, കാണൻ്റെ ബലം. ഈ രാത്രി ഞാൻ ചിലരോട് പറയാ, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ ദൈവത്തിൻ്റെ ബലം കാണാൻ പോവുക. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ബലം കാണാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ബലം കാണാൻ പോവുകയാണ്. ഒരു നിമിഷം ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ദൈവസന്നിധിയിൽ. എനിക്ക് ദൈവത്തിൻ്റെ ബലം കാണണം. എനിക്ക് ദൈവത്തിൻ്റെ ബലം കാണണം. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടം ഊടാടി സഞ്ചരിക്കുന്നു. താങ്ക് യു ജീസസ്. പിതാവേ, അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലം കൊണ്ട് അവിടുന്ന് തൊട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഈ വേട് പറയുമ്പോൾ ഞാൻ കണ്ടത്, അന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ബലവുമായിട്ട് ഒരു ദൂതൻ കാരാഗ്രഹത്തിൽ വന്നെങ്കിൽ ആയിരക്കണക്കിന് ദൂതന്മാർ സ്വർഗത്തിലുള്ളതുകൊണ്ട് ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നവരുടെ എല്ലാം വീടുകളിലേക്കും നിങ്ങളുടെ വിഷയങ്ങളിലേക്കും ദൈവത്തിൻ്റെ ബലവുമായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത നിമിഷങ്ങൾ നമ്മൾ റിസൾട്ട് കേൾക്കാൻ പോവുക, നമ്മൾ കാണാൻ പോവുക, നമ്മൾ അനുഭവിക്കാൻ പോവുക. എല്ലാം മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.